മഹ്മൂദ് ബിൻ സബക്തീൻ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ഭരണാധികാരിയായിരുന്ന മഹ്മൂദ് ബിൻ സബക്തീൻ അദ്ദേഹം ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വരുമ്പോഴാണ് ഇമാം ദഹബി അവരുടെ സിയർ അലാമുൻ നുബലായിൽ സംഭവം പറയുന്നുണ്ട്. തന്റെ വലത് കൈയിൽ മുസ്ഹഫും സജ്ജാദയുമായി നിസ്കരിക്കാനുള്ള മുസല്ലയും ഒരു കൈയിൽ മുസ്ഹഫുമായി നടന്നിരുന്ന 7 ദിർഹം മാത്രം വില വരുന്നൊരു കുപ്പായം ധരിച്ച് ഏറ്റവും വലിയ ദഅവത്ത് ചെയ്ത ഭരണാധികാരി, വലിയ പണക്കാരനാണ്. പക്ഷെ ആളുകൾക്ക് ദഅവത്ത് ചെയ്തിരുന്ന മഹ്മൂദ് ഇബ്നു സബക്തകിൻ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം സിന്ധ് കടന്ന് വരുമ്പോഴാണ്, അന്നത്തെ അഭിഭക്ത ഭാരതമാണത്. അന്നത്തെ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നൊരു ബിംബത്തെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം സമ്മാനമായിട്ട്, ഞങ്ങളുടെ പാരിതോഷികം നിങ്ങൾ സ്വീകരിച്ചേക്കണം. മഹാനായ മഹ്മൂദ് ബിൻ സബക്തകിൻ പറഞ്ഞു, ഇതെന്താണ്? നോക്കുമ്പോ എത്രയോ കിലോ ഭാരമുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബമാണത്, അവർ പൂജിച്ചുകൊണ്ടിരുന്ന ബിംബം. അതിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. മഹ്മൂദ് ബിൻ സബക്തകിൻ അദ്ദേഹത്തോട് നിങ്ങളിത് സ്വീകരിച്ചേക്കണം, ഞങ്ങളെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹ്മൂദ് ബിൻ സബക്തകിൻ പറഞ്ഞത്, ഇല്ല ഇല്ല, അല്ലാഹു അല്ലാതെ സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ച് ആരാധിക്കപ്പെട്ട ഒരു ബിംബം ഇനി എത്രയായിരം കിലോ ഭാരമുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയത്, മരതകക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഞങ്ങൾക്കത് വേണ്ട, പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വഴങ്ങില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരിയെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒക്കെ ദഅവത്തുകളാണ്. ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നാട്ടിലാകുമ്പോൾ, നാടിന് പുറത്താകുമ്പോൾ, പണ്ഡിതനാകുമ്പോൾ, സാധാരണക്കാരനാകുമ്പോൾ, ആണാകുമ്പോൾ, പെണ്ണാകുമ്പോൾ, അള്ളാഹു നൽകുന്ന വിവിധങ്ങളായ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ലോകത്തെ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, സ്വാരസ്യങ്ങളില്ലാതെയാവാൻ, മിൻ ദുൽമിൽ അദിയാനി മിൻ ജൗരിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം. അതിന് സാഹിത്യമാവാം, കവികളാവാം, കവിതയാകാം. മനുഷ്യന് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും അള്ളാഹുവിന്റെ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം പറയുന്നു, നബി തങ്ങളോടുകൂടെ ഞങ്ങൾക്കൊരു മണിക്കൂർ നേരം കിട്ടിക്കഴിഞ്ഞാൽ, മണിക്കൂർ പോവട്ടെ അതിലും കുറച്ചു നേരം ഹബീബിന്റെ കൂടെ ഇരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഭൂമിയിലെ വർത്തമാനങ്ങളിലേക്കല്ല, ആകാശലോകങ്ങൾക്കപ്പുറത്തെ ആഖിറത്തിന്റെ വർത്തമാനങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും, നബിയുടെ സദസ്സിങ്ങനെ നടക്കുമ്പോ ഞാനിങ്ങനെ പിന്നോട്ട് നോക്കും. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പിന്നിലിരിക്കുന്ന മുഴുവൻ സ്വഹാബിമാരും കാലുമുട്ട് മടക്കി വെച്ച്, തല താഴ്ത്തി വെച്ച് തേങ്ങി കരയുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല സ്വഹാബത്ത് കരയുമായിരുന്നുവത്രേ. ആഖിറത്തിന്റെ വിഷയം പറയുമ്പോ കരയും, മരണത്തിന്റെ വിഷയം പറയുമ്പോ കരയും, ഹബീബിന്റെ ദഅവത്ത് നടക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നനയും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അങ്ങനെയാണ് ഹബീബിൽ നിന്ന് ദീൻ പഠിച്ചതത്രേ. ദിൽ സേ ജോ ബാത് ദിൽ സെ നികൽത്തി ഹൈ അസർ റഖ്തി ഹൈ പർ നഹീ താഖത്തെ പർവാസ് മഗർ റഖ്തി ഹൈ. ചിറകുകളില്ലെങ്കിലും പറക്കാൻ കഴിയുമത്രേ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക്. ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ വരുന്നതെങ്കിൽ ആ വാക്കുകൾക്ക് പറക്കാനുള്ള ശേഷിയുള്ള പോലെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നു തറക്കുന്ന വാക്കുകളാണത്, ഖൽബിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ചെന്ന് വാതിലുകൾ ചെന്ന് മുട്ടുമായിരുന്നവത്രേ. അള്ളാഹുവിന്റെ സന്ദേശം സ്വീകരിക്കുമോ? നിങ്ങൾ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കണേ. ജീവിതം നശ്വരമാണ്, നമുക്കൊരു ആഖിറമുണ്ട്, അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ അള്ളാഹുവിൽ നിന്ന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ, നബിയെ പോകണ്ട നബിയെ, അവര് വിശ്വസിക്കില്ല നബിയെ, അവർ അള്ളാഹുവിനെ അംഗീകരിക്കില്ല നബിയെ എന്ന് പറയുമ്പോഴും
നിബിതങ്ങൾ ചെന്നവരുടെ വാതിലുകൾ മുട്ടുമായിരുന്നുവത്രേ. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇടിമിന്നൽ വീഴുമ്പോഴാണ് മക്കയിലെ ഒരു കുന്നിൻ പുറത്തിലൂടെ ഒരാൾ പൊത്തിപ്പിടിച്ച് കയറുന്ന കാഴ്ച കാണുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. നോക്കുമ്പോൾ മറ്റാരുമല്ല, അത് റഹ്മത്തുൽ ആലമീനാണ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യാ റസൂലല്ലാഹ്, നബിയേ എന്താണിത്, എവിടേക്കാ നബിയെ ഈ രാത്രി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, എങ്ങോട്ടാണ് പാറ പൊത്തിപ്പിടിച്ച് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത്? സിദ്ദീഖേ, ഈ മലയുടെ അപ്പുറത്ത് യമനിൽ നിന്ന് വരുന്നൊരു യാത്രാസംഘം തമ്പടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. അവർ സിറിയയിലേക്ക് പോവുകയാണ്, ഷാമിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പോവുകയാണ്. അവർ നാളെ രാവിലെ യാത്ര പോകും. ഇന്ന് രാത്രി അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്ന് കണ്ട് അള്ളാഹുവിന്റെ സന്ദേശം അവരെ ഒന്ന് കേൾപ്പിക്കാൻ പോകട്ടെ ഞാൻ. അവരൊന്ന് കേട്ടോട്ടെ. നാളെ രാവിലെ വരെ കാത്തിരുന്നാൽ അവർ പോയെങ്കിലോ, അവരെ നഷ്ടപ്പെട്ടെങ്കിലോ, അതുകൊണ്ട് രാത്രി ഞാൻ പോവുകയാണ്. അതുകൊണ്ട് സിദ്ദീഖേ, എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ? ആ പാറ പൊത്തിപ്പിടിച്ച് കയറി ചെന്ന മലയുടെ പുറത്തേക്ക് ഒരു സംഘം യാത്രാസംഘത്തെ നോക്കി ചെല്ലാൻ അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ത്യാഗമൊക്കെ? നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിന്, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി, അവന്റെ റസൂലിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം, എന്തെങ്കിലും ഒരു നന്മ നമ്മളെ കൊണ്ട് ചെയ്യാനാകുമോ? എത്ര പേര് ആലോചിക്കാറുണ്ട്? സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോ, മുതഅല്ലിമീങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോ, ഒരുപാട് പണ്ഡിതന്മാരവരെ സജ്ജരാക്കി ഇറക്കുമ്പോ, ഈ ഉമ്മത്തിന് കാവലാളുകളാവേണ്ടവർ, അതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള സമുദായങ്ങളിലേക്ക് ഹബീബിന്റെ വെളിച്ചമെത്തിക്കേണ്ട ബാധ്യത പോലും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മറന്നു പോവല്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നപ്പോ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കഴിവുകൾ പലതായിരുന്നു. എല്ലാ കഴിവും ദീനിന് വേണ്ടി നബി തങ്ങൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. എല്ലാ കഴിവുകളും ദീനിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. നമ്മളാണെങ്കിലോ വിദ്യാഭ്യാസമുണ്ടാകുമ്പോ, ഡിഗ്രി അങ്ങ് പാസ്സാകുമ്പോ, ഒരു PG എടുക്കുമ്പോ, ഒരു ഡോക്ടറേറ്റ് എടുക്കുമ്പോ, ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴേക്കും നമുക്കെപ്പോഴും അഹ്ലുസുന്ന വൽ ജമാഅത്ത് വേണ്ട, അതിന്റെ ആശയങ്ങൾ വേണ്ട, പണ്ഡിതന്മാരെ വേണ്ട, ഉലമാ വേണ്ട. പിന്നെ പോകുന്ന യുക്തിവാദത്തിലേക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുക. ഹബീബിന്റെ മുമ്പിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ സ്വഹാബികളിൽ പ്രഭാഷകന്മാരുണ്ട്, കവികളുണ്ട്. നബിതങ്ങളുടെ മുമ്പിൽ നല്ല ആർക്കിടെക്റ്റുകളുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുഹദ്ദിസു സ്വഹാബ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എഞ്ചിനീയറാണ് മഹാനായ സൽമാനുൽ ഫാരിസി. പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു തആല അൻ ഹബീബായ നബിതങ്ങളുടെ മുമ്പിൽ ബനു തമീമിൽ വന്ന ഒരു സംഘം ആളുകൾ, അവർ ഹബീബിനെ കാണാൻ വേണ്ടി വരുന്നു. 7 പ്രഗത്ഭരായ ആളുകളെ കൊണ്ടാണ് അവർ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഒരു പ്രഭാഷകൻ, ഒരു കവി, ഒരു ധൈര്യവാൻ, ഒരു യുദ്ധപോരാളി, പല കഴിവുകളുള്ള 7 പേർ. അവർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട്. എന്താണത്? ഞങ്ങളിലെ ഒരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണത്തെ വെല്ലാൻ പറ്റുന്ന പ്രഭാഷകർ നിങ്ങളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. പിന്നെ ഞങ്ങളുടെ കവി ഒരു കവിത ചൊല്ലും. ആ കവിതയെ മറികടക്കാൻ കഴിയുന്ന കവികൾ നിങ്ങളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. എന്നിട്ടേ ഞങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നടക്കാം. അല്ലാഹുവിന്റെ ഹബീബ് അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയില്ലേ? അവർ പറഞ്ഞു, നബിയെ ഞങ്ങളോട് കൂടെയുണ്ട് ഷാഇറുൽ അറബ് സുബർഖാൻ ഇബ്നു ബദർ എന്ന് പറയുന്ന അറബികളിലെ പേരുകേട്ട ഷാഇറാണ്, കവിയാണ്. ഞങ്ങളുടെ കൂടെയുണ്ട് ഹാജിബ് ഇബ്നു സുറാറ എന്ന് പറയുന്ന പ്രഭാഷകൻ. ഇവർ 2 പേരെയും മറികടക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളിലുണ്ടോ? ഹബീബിന് എന്ത് പറയാം? ഈ ഡിമാൻഡുകൾ എനിക്കാവില്ലെന്ന് പറയാം. അവരോട് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാം. മുത്തുനബി തങ്ങളതല്ല, കഴിവുകളെ അംഗീകരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ആവട്ടെ ബനു തമീം, നിങ്ങളിലെ കവിയൊന്ന് വരട്ടെ, നിങ്ങളിലെ പ്രഭാഷകനൊന്ന് വരട്ടെ. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ പ്രഭാഷകൻ ഹാജിബ് ഇബ്നു സുറാറ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു.
പ്രഭാഷണം മുഴുവനും ബനൂ തമീം എന്ന ഗോത്രത്തിന്റെ പുരുഷ അവരുടെ തറവാടിന്റെ മഹിമയാണ്. പൊടിപൊടിച്ച പ്രസംഗം. നിബിതങ്ങൾ പറഞ്ഞു, പ്രസംഗം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്റെ സ്വഹാബത്തിലെ പ്രഭാഷകർ വേണല്ലേ? എവിടെയാണ് സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്? എവിടെയാണ് സാബിത്ത് ഇബ്നു ഖൈസ്? അന യാ റസൂലല്ലാഹ്, ഞാനിതാ ഇവിടെ നബിയെ. വാ ഖൈസേ, സാബിത്ത് ഇബ്നു ഖൈസേ വരണം. ഈ പ്രഭാഷകന് ഹാജിബ് ഇബ്നു സുറാറക്ക് മറുപടി കൊടുക്കണം. സാബിത്തെ പ്രഭാഷണം നടത്തിക്കോളൂ. നബിതങ്ങൾ പറഞ്ഞു, സാബിത്തെ പ്രഭാഷണം നടത്തിക്കോളൂ. അല്ലാഹുമ്മ അയ്യിദുഹു വസബ്ബിത് ജിനാനഹു വസദ്ദിദ് ലിസാനഹു. ഈ പ്രാർത്ഥനയെക്കാളും ഇനി എന്ത് വേണം? സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കൈകൾക്ക് കരുത്ത് കൊടുക്കണേ, മനസ്സിന് ഉറപ്പ് കൊടുക്കണേ, നാവിന് ബലം കൊടുക്കണേ എന്ന ഹബീബിന്റെ ദുആയാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു മനോഹരമായൊരു പ്രസംഗം നടത്തി. കിനാനക്കാർ അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ അറബികളിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ ഹാജിബ് ഇബ്നു സുറാറയെ മറികടക്കാൻ പറ്റുന്ന പ്രഭാഷകൻ അങ്ങയുടെ കൂട്ടത്തിലോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അവർ പകച്ചുപോയി. അവരെ പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ രണ്ടാമത്തെ ടെസ്റ്റ് കൂടെ പാസ്സാവണം. സുബർഖാൻ ഇബ്നു ബദർ ഞങ്ങളുടെ കവിയാണ്. ഞങ്ങളുടെയല്ല ഷാഇറുൽ അറബ്, ദി പോയറ്റ് ഓഫ് അറേബ്യ. അറേബ്യയിലെ മുഴുവൻ അറിയപ്പെടുന്ന കവിയാണ്. അതുകൊണ്ട് സുബർഖാനിന്റെ കവിതകളെ മറികടക്കണം. തമീം ഗോത്രത്തിന്റെ പോരിശ പാടുകയാണ്, നഹ്നുൽ മുലൂകു ഫലാ ഹയ്യുൻ യുഗാലിബുനാ മിന്നൽ മുലൂകു വഫീനാ തൻസബുൽ ബിയഉ. പാട്ടങ്ങട്ട് പാടിയിട്ട് ബനൂ തമീമിന്റെ അവരുടെ ശ്രേഷ്ഠതയും മഹത്വവും അങ്ങ് പറഞ്ഞിട്ട് സദസ്സങ്ങാകെ അത്ഭുതത്തോടുകൂടെ കണ്ണുതുറച്ചു നോക്കുന്നു. എന്തു വലിയ കവി, എത്ര മനോഹരമായ വരികൾ. ആരാണ് ഇതിന് മറുപടി പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എവിടെയാണ് എന്റെ കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എവിടെ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഹാനദാ യാ റസൂലല്ലാഹ്, പാടു ഹസ്സാനെ, പാട്ടിലൂടെ മറുപടി കൊടുക്കണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടി. അത് ഹബീബിനെ പുകഴ്ത്തിയുള്ള പാട്ടുകളായിരുന്നു. വളരെ മനോഹരമായ വരികൾ. എത്ര മനോഹരം! അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചുകൊണ്ടല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെ മനോഹരമായ കവിതകൾ ചൊല്ലിയത്. വഅജ്മലു മിൻക ലം തറഖത്തു ഐനി, വഅജ്മലു മിൻക ലം തറഖത്തു ഐനി, وأحسن منك لم تلد النساء, خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. പ്രസംഗത്തിന് പകരം പ്രസംഗം, കവിതയ്ക്ക് പകരം കവിത. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുഹമ്മദേ എന്ന് വിളിച്ചിരുന്നവർ വാക്കുമാറുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഗലബ ഖതീബനാ ഖതീബുക വശാഇറനാ ശാഇറുക ഫനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞങ്ങളുടെ കവിയെ മറികടക്കാൻ പോകുന്ന കവി നിങ്ങളിലുണ്ട്. ഞങ്ങളുടെ പ്രഭാഷകനെ മറികടക്കാൻ പോകുന്ന പ്രഭാഷകൻ നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കലിമ ചൊല്ലുന്നു. നബിയെ, ഞങ്ങളെ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കവികളെ ഉപയോഗിച്ചിട്ടുണ്ട് ദഅവത്തിന്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.